Now we will discuss how to multiply and divide the fractions. അപ്പോൾ ആദ്യം ഒരു ഫ്രാക്ഷൻ a by b, suppose it is multiplied by an integer n. അപ്പോൾ n ഇൻറ്റു എ ബൈ ബി ഒരു ഫ്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്ററിനെ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് എൻ എ ബൈ ബി. മൾട്ടിപ്ലൈങ് എ ഫ്രാക്ഷൻ ബൈ ആൻ ഇൻറ്റിജർ മീൻസ് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ ദാറ്റ് ഇൻറ്റിജർ ആൻഡ് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ സപ്പോസ് എ ഫ്രാക്ഷൻ ഈസ് ഡിവൈഡ് ബൈ ആൻ ഇൻറ്റിജർ, ദാറ്റ് മീൻസ് നമ്മൾ എ എൻ ബി ആ ഡിനോമിനേറ്ററിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഒരു ഫ്രാക്ഷനെ നമ്മൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്ററിനെ മാത്രം എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, ന്യൂമറേറ്ററിനെ നമ്മൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് താഴെ ഡിനോമിനേറ്റർ ബി തന്നെയായിട്ട് എഴുതുക. ദാറ്റ് ഈസ് എ ബൈ ബി ഡിവൈഡ് ബൈ എൻ മീൻസ് ഐദർ മൾട്ടിപ്ലൈസ് ദ ഡിനോമിനേറ്റർ ബൈ എൻ ഓർ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ബൈ എൻ. ഓക്കെ, രണ്ട് എന്താണ് ഫ്രാക്ഷൻസ് എ ബൈ ബി ആൻഡ് സി ബൈ ഡി, ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും, എ ഇൻറ്റു സി, ഡിനോമിനേറ്റേഴ്സിനെയും അതുപോലെ മൾട്ടിപ്ലൈ ബി ഇൻറ്റു ഡി, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ എഴുതുന്നതെങ്കിൽ നമ്മളറിയാം. ഇപ്പോൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻ നമ്മൾ എഴുതുന്ന എ ബി ബൈ സി, ദാറ്റ് മീൻസ് ഇതിൻ്റെ അർത്ഥം ദിസ് ഈസ് എ പ്ലസ് ബി ബൈ സി എന്നാണ്. കോമ്പൗണ്ട് ഫ്രാക്ഷൻ നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുക, എ ബി ബൈ സി, എ ബി ബൈ സി. അവിടെ ഇടയ്ക്ക് സിമ്പിൾസ് ഒന്നുമില്ല. എ ബി ബൈ സി മീൻസ് ഇറ്റ് ഈസ് എ പ്ലസ് ബി ബൈ സി, ദാറ്റ് ഈസ് എ സി പ്ലസ് ബി ഡിവൈഡ് ബൈ സി. ഇതാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടേംസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. ഫൈൻഡ് ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് 1 13 by 20, ഇതൊരു മിക്സഡ് നമ്പറാണ്. ദെൻ 2 7 by 9, 18 by 55 ആൻഡ് 2 by 3. ഇതിൻ്റെ എല്ലാം കൂടി പ്രോഡക്റ്റ് കാണും. അപ്പോൾ ദിസ് മീൻസ് ഇറ്റ് ഈസ് 1 plus 13 by 20, ദാറ്റ് ഈസ് 20 into 1 20 plus 13 is 33. ഓക്കെ, 33 by 20 into it is 2 plus 7 by 9, 9 into 18, 18 plus 7 25 by 9 into 18 divided by 55 into 2 by 3. This is 33 into 25 into 18 into 2 divided by 20 into 9 into 55 into 3. Multiply the answer എടുക്കുമ്പോൾ it is 29700. ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 29700, ദാറ്റ് ഈസ് 1 ആണ്. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു എ ബൈ ബി ബൈ സി ബൈ ഡി. എ ബൈ ബിനെ സി ബൈ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെയിം ആസ് എ ബൈ ബിനെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ഡി ബൈ സി എന്നാണ്. എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ആണ്. എ ബൈ ബി ഡിവൈഡ് ബൈ സി ബൈ ഡി ഇസ് സെയിം ആസ് നമുക്ക് എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി വിച്ച് ഇസ് സെയിം ആസ് എ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ബി ഇൻറ്റു സി. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് ഫ്രാക്ഷൻസ്. അപ്പോൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ എടുക്കുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഒരു ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ഇത് നമുക്ക് 3/5 ഓഫ് 11/3. ഇതാണ് നമ്മൾ കാണുന്നത്. 3/5 ഓഫ് 11/3. ഇതിൻ്റെ അർത്ഥം എന്താണ്? 11/3 എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 11/3നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 പോർഷൻസ് എടുക്കും. ഓക്കെ, 3/5 ഓഫ് 11/3 മീൻസ് വി ആർ ഡിവൈഡിങ് 11/3 into 5 equal portions. ഓക്കെ, അതിൻ്റെ അകത്ത് 3 പോർഷൻസ് എടുക്കും, ദാറ്റ് ഈസ് ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ഇതൊന്ന് സിമ്പിളായിട്ട് കിട്ടും. 3/5 ഓഫ് 11/3 എന്ന് പറഞ്ഞാൽ ഇതാണ് 3/5, ഇതാണ് 3/5, 3/5 ഇൻറ്റു 11/3 തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 3/5 ഓഫ് 11/3 ഈസ് 3/5 ഇൻറ്റു 11/3. വി ആർ ഡിവൈഡിങ് 11/3 into 5 times and taking 3. അതിങ്ങനെയാണ് എടുക്കുന്നത്. 11/3നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു പോർഷനാണിത്. അതിൻ്റെ 3 പോർഷൻസ് പറയുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 3. ഓക്കെ, അപ്പോൾ ദിസ് 3/5 into 11/3 തന്നെയാണ്.
ദാറ്റ് ഈസ് a/b ഓഫ് c/d എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a/b ഇൻറ്റു c/d ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, a/b പോർഷൻ ഓഫ് c/d പോർഷൻ മീൻസ് a/b ഇൻറ്റു c/d പോർഷൻസ്. ദിസ് ഈസ് കോമ്പൗണ്ട് ഫ്രാക്ഷൻസ്. ഒരു ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ന്യൂമറേറ്റർ 2/3 ഡിവൈഡ് ബൈ 4 ഇങ്ങനെ വരും, അല്ലെങ്കിൽ 5 ഡിവൈഡ് ബൈ 3/4 ഈ ഫോമിൽ വരും, അല്ലെങ്കിൽ 7/8 ഡിവൈഡ് ബൈ 9/4 ഇങ്ങനെ. ഒന്നുകിൽ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ, അത് അല്ലെങ്കിൽ രണ്ടും ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. A fraction in which either the numerator or the denominator or both the numerator and denominator are again fractions. അങ്ങനെ വരുന്നതിന് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഈ ഫ്രാക്ഷൻസ് എല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഫേമസ് റൂൾ ആണ് ബോഡ്-മാസ് റൂൾ. ഓക്കെ, ബോഡ്-മാസ് റൂൾ. അപ്പോൾ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം തന്നാൽ അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും എന്നാണ് ബോഡ്-മാസ് റൂൾ പറയുന്നത്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ്, ദിസ് O സ്റ്റാൻഡ്സ് ഫോർ ഓഫ്, D സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, M സ്റ്റാൻഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, A സ്റ്റാൻഡ്സ് ഫോർ അഡീഷൻ and S stands for subtraction. ഇതാണ് ഫേമസ് ബോഡ്-മാസ് റൂൾ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ ബ്രാക്കറ്റുകൾ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ ഓഫ് മീൻസ് ഒരു നമ്മളിപ്പോൾ പറഞ്ഞ a/b ഓഫ് c/d എന്ന് പറഞ്ഞാൽ a/b ഇൻറ്റു c/d ആ ഫോമിൽ വരുന്ന ഓഫാണ്. അത് ബ്രാക്കറ്റ് ആയിട്ടും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ ഓർഡർ. ഫസ്റ്റ് ബ്രാക്കറ്റുകളിലുള്ളത് എന്താണോ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ഓഫ് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം. നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം a-b പ്ലസ് c-d പ്ലസ് e. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് വേണം അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. റൈറ്റിൽ നിന്ന് ഒരിക്കലും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. ലെഫ്റ്റിൽ നിന്ന് വേണം ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമ്മൾ ഓർക്കുന്ന ഈ ബ്രാക്കറ്റുകൾ തമ്മിൽ പലതരത്തിലുണ്ട്. ദിസ് ഈസ് കോൾഡ് സർക്കുലർ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ പരന്തസിസ് എന്ന് പറയും. സർക്കുലർ ബ്രാക്കറ്റ്സ് ഓർ പരന്തസിസ്. ഈ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. ഇതിന് കേളി ബ്രാക്കറ്റ്സ് എന്ന് പറയും. കേളി ബ്രാക്കറ്റ്സ് ആയിരിക്കണം. അത് കഴിഞ്ഞ് വേണം സ്ക്വയർ ബ്രാക്കറ്റ്സ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇന്നർ ബ്രാക്കറ്റ്സിൽ നിന്ന് വേണം തുടങ്ങാൻ. അത് സർക്കുലർ അല്ലെങ്കിൽ പരന്തസിസ് ഈ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുക. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് വേണം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പറേഷൻസിൻ്റെ ഒരു റൂള്. അഡീഷനും സബ്സ്ട്രാക്ഷനും തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണെങ്കിൽ അത് ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുക. പിന്നെ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിൽ ആദ്യം സർക്കുലർ ബ്രാക്കറ്റ്സ്, ദെൻ കേളി ബ്രാക്കറ്റ്സ്, അത് കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്ന ഓർഡറിലായിരിക്കണം നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് വരേണ്ടത്, അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് വരേണ്ടത്. വീണ്ടും ഒരു കാര്യം കൂടെ ഓർക്കുക, ചില സമയത്ത് ബ്രാക്കറ്റിന് പകരം നമുക്ക് ഒരു ഈ സിമ്പിൾ ആയിരിക്കും തരിക. മുകളിലൊരു ബാർ ആയിരിക്കും. ഇത് 2 - 3 ഇൻറ്റു അത് 5 + 3 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ബ്രാക്കറ്റിന് പകരമാണ് നമ്മൾ ഈ മുകളിൽ ബാർ ഇടുക. ദിസ് മീൻസ് ഇറ്റ് ഈസ് 5 + 3 ഇൻറ്റു 2 - 3. ഈ ബ്രാക്കറ്റിനുള്ള ഗുണമാണ് നമ്മൾ മുകളിൽ ഇടുന്ന ബാർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബോഡ്-മാസ് റൂൾ വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിംപ്ലിഫിക്കേഷന് നമ്മൾ ഏറ്റവും വേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ ഓർത്തിരിക്കുക, അഡീഷണൽ സബ്സ്ട്രാക്ഷനും വരുന്ന ഒരു ലെങ്തി ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോവുക. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യേണ്ട കേസിൽ സർക്കുലർ ബ്രാക്കറ്റ്സ്, ദെൻ കേളി ബ്രാക്കറ്റ്സ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്നുള്ള ഓർഡറിൽ ഫോം ചെയ്യുക. ദെൻ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, അത് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യുക. ഓക്കെ, we can consider this 1 3/4, then minus of 3
1/8, then divided by square brackets 6 minus of, then circular bracket 2 3/4 minus 11/2. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, then square bracket close ചെയ്തു, and finally curly brackets. ഇപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്രാക്കറ്റ് ഓഫ്. ഇപ്പോൾ ബ്രാക്കറ്റ് ഓഫിൽ തന്നെ ഓപ്പറേഷൻസ് അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്ത് ലെഫ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൂടാൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ്, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ദിസ് ഈസ് 1 + 4/3 അല്ലേ, 4 × 3 4 × 1 + 3 ദാറ്റ് ഈസ് 7/4 ആണ് ഈ ടൈം. മൈനസ് ഇത് നമ്മൾ ഓപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, തന്നതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. 3 1/8 എന്ന് വെച്ചാൽ 3 × 8 24 ദാറ്റ് ഈസ് 25/8 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് 6 മൈനസ് 2 3/4 എന്നുള്ള പറയുന്നത് 4 × 2 8 + 3 11/4 മൈനസ് 11/2 ആണ്. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, തന്നിരിക്കുന്ന സാധനങ്ങളെ അതേപടി ഒന്ന് റീപ്ലേസ് ചെയ്തോളൂ. ഈ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി, ഇതിന് കറസ്പോണ്ടിങ് എഴുതി. ഓപ്പറേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൽ, അതായത് സർക്കുലർ ബ്രാക്കറ്റ്സ് എന്ന് തുടങ്ങാം. 11/4 മൈനസ് 11/2 കാണുക. 11/4 മൈനസ് 11/2. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ് 4, ഇതിൻ്റെ LCM കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 4ൻ്റെയും 2ൻ്റെയും LCM 4 ആണ്. സോ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഈസ് 11/4 മൈനസ് 22/4. ദാറ്റ് മീൻസ് 11 മൈനസ് 22 ഈസ് -11 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇത് എന്ന് പറയുന്നത് -11/4 ആണ്. ഓക്കെ, നമുക്കത് 7/4 മൈനസ് 25/8 ഡിവൈഡഡ് ബൈ 6 മൈനസ് ഓഫ്, ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു, മൈനസ് ഓഫ് 11/4 ആണ്. -11/4 ആണ്. അപ്പോൾ അത് നമ്മുടെ അകത്തെ ബ്രാക്കറ്റ് പോയി 6 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അത് 6 + 11/4 ആയി. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി 6 + 11/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ ഇവിടെ ഡിനോമിനേറ്റർ 4 ആക്കുക. ദാറ്റ് ഈസ് 6 × 4 24 + 11/4 ഇറ്റ് ഈസ് 35/4. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് 35/4 ആണ്. 35 ഡിവൈഡ് ബൈ 4. അപ്പോൾ അവിടുത്തെ ബ്രാക്കറ്റ്സുകളെല്ലാം ഓപ്പൺ ആയി വന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഡിവിഷനാണ്. 25/8 ഡിവൈഡ് ബൈ 35/4 എന്ന് പറയുമ്പോൾ 4/35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ 2 ആയി. ഇറ്റ് ഈസ് 25 ഡിവൈഡ് ബൈ 2 × 35 70. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 5. 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 70/5 1 5 20 24 സോറി 40. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് 5/14 ആണ്. സോ 7/4 മൈനസ് 5/14 എന്നിട്ട് ഇതിൻ്റെയും എഗെയിൻ ന്യൂമറേറ്റേഴ്സ് ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ LCM കൊണ്ട് 14, 4ൻ്റെയും 14ൻ്റെയും LCM എന്ന് പറയുന്നത് 2 7 28 ആണ്. അപ്പോൾ ഇതിന് 28ലേക്ക് മാറ്റുക. 28 ആക്കാൻ ഇതിന് 12 ഉണ്ട്. 7 × 12 ഡിവൈഡ് ബൈ 4 × 12 മൈനസ് 5 × 14 × 28 എടുക്കാൻ 2 ആണ്. 5 × 14 × 2. ദാറ്റ് ഈസ്, ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. ഇപ്പോൾ 7 × 12 84. ഇത് 48 മൈനസ് 10/48 എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. 84 - 10 ഈസ് 74/48. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ്
37/24. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന പ്രോബ്ലത്തിൽ ഏതൊരു നമ്പർ മാറിപ്പോയി, അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോളെ. ഓക്കെ, നെക്സ്റ്റ് വൺ. 7 divided by 5 minus 8/3 divided by 3 minus of 2 divided by 3 minus 3/2 the whole divided by 4 minus 3/2 minus 5/7 of bracket ആണ് 1 divided by 1 3/7 plus 6/5 of 3 1/3 minus 2 1/2 divided by 47/21 minus 2. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻസ് നടത്തുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഓപ്പറേഷൻസ് നടത്തി തുടങ്ങിയില്ല, ഇതിന് വേണമെങ്കിൽ എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്തെഴുതാം. ഓക്കെ, ഇപ്പോൾ 5 മൈനസ് ഇറ്റ് ഈസ് 7 ഡിവൈഡ് ബൈ 5 മൈനസ് 8/2 ദറ്റ് ഈസ് 5 ഇൻറ്റു 3 15 മൈനസ് 8 7/2. ഓക്കെ, 7/7/3 എന്ന് കിട്ടി. ദറ്റ് ഈസ് ഇറ്റ് ഈസ് 7 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 7 ആണ് എന്ന് വെച്ചാൽ 1/3 ആണ്. 1 ഡിവൈഡ് ബൈ 1/3 ആണ്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് 3 എന്ന് കിട്ടും. ആ ടൈം നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. നമ്മൾ ഓപ്പറേഷൻസ് നടത്തിയില്ല. ഓപ്പറേഷൻസ് പറയുന്നത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ്. നമ്മൾ ഈ കിടക്കുന്ന ടൈമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു എന്നേ ഉള്ളൂ. ഇത് 7 ഡിവൈഡഡ് ബൈ 5 മൈനസ് 8/3 ആണ്. ഓക്കെ, ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 15 മൈനസ് 8 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 15 മൈനസ് 8 ഈസ് 7/3 ഈക്വൽ ടു, ഇപ്പോൾ ഒന്നിന് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 7 ഇൻറ്റു 3/7 7/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 3/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടൈം നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് 3 ആണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് ടൈം ഒന്ന് നോക്കുക. നമ്മൾ ആദ്യം ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. ഇത് 3 മൈനസ് 3/2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3/2 എന്ന് പറയുന്നത്. ഇത് 3 ഇൻറ്റു 2 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ദിസ് 8 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഈ 2ഉം ഈ 2ഉം കൂടി ഡിവൈഡ് ചെയ്ത് പോകും. റിമൈൻ ചെയ്യുന്നത് 6 മൈനസ് 3 എന്ന് പറയുന്നത് 3 ഡിവൈഡ് ബൈ 8 മൈനസ് 3 എന്ന് പറയുന്നത് 5. അപ്പോൾ 3/5 ആണ്. ഈ ടൈം എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 മൈനസ് 2 ഇതാണ് 3 മൈനസ് 2 ഡിവൈഡ് ബൈ 3/5 വരും. എന്ന് വെച്ചാൽ 3 മൈനസ് 2 ഇൻറ്റു 5/3 2 ഇൻറ്റു 5/3 ദാറ്റ് ഈസ് 3 മൈനസ് 10/3. ദിസ് ഈസ് 3 മൈനസ് 10/3 എന്നാണ് ഈ ടൈം വരിക. ഓക്കെ, 10/3 3 മൈനസ് 3/2 divided by 5/2. This 3/5. ഓരോ ടൈം നമ്മൾ സിംപ്ലിഫൈ ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഇത് ഇത്രയും ന്യൂമറേറ്ററി കിടക്കുന്ന സാധനമാണ്. നമ്മൾ എടുത്തപ്പോൾ ഇത് ബൈ ഇതാണ് ചെയ്ത് വന്നത്. അതൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് 3 മൈനസ് 2 ഡിവൈഡ് ബൈ 3 മൈനസ് 3/2 അത്രയും ന്യൂമറേറ്ററിൽ ഡിവൈഡ് ബൈ 4 മൈനസ് 3/2 ഇങ്ങനെയാണ്. ഞാൻ എടുത്തപ്പോൾ ഇതും കൊണ്ട് നീട്ടിയെടുക്കാൻ മറന്നുപോയി. ഇത് ഡിവൈഡ് ബൈ ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും കണ്ടുപിടിക്കുക, അതിനുശേഷം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് 3 മൈനസ് ഓഫ് 2 ഡിവൈഡ് ബൈ ദിസ് ടൈം ഈസ് 6 3 into 2 6 6 minus 3/2 6 minus 3 is 3/2 the whole divided by 4 into 2 8 minus 3 5 divided by 5/2 this equal to 3 minus of the 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2/3 ഡിവൈഡഡ് ബൈ 5/2. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് കണ്ടുവച്ചേക്കുക. ഓക്കെ, ഈക്വൽ ടു 3 മൈനസ് 4/3 ഡിവൈഡഡ് ബൈ 5/2 ഈക്വൽ ടു 3 മൈനസ് 3 9 മൈനസ് 4 ഡിവൈഡഡ് ബൈ 3. 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 9 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. ദാറ്റ് ഈസ് 5/3 ഇൻറ്റു 2/5 ഈക്വൽ ടു 2/3. അപ്പോൾ ഇത്രയും ടൈമിനെ നമുക്ക് 2/3 കൊണ്ട് റീപ്ലേസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പാരലലായിട്ട് അവിടെ ചെയ്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. ഇത്രയും എന്ന് പറയുന്ന ടൈമിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചു. അത് 2/3 ആണ്. ഓക്കെ, 3 ഡിവൈഡ് ബൈ 2/3. ഇനി നമ്മൾ അടുത്തത് ബ്രാക്കറ്റുകൾ എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു ടൈമിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ദിസ് ഈസ് 7 ഇൻറ്റു 1 പ്ലസ് 3 എന്ന് പറയുന്നത് 10/7 ആണ്. അപ്പോൾ അവിടെ ഒരു 1 ഡിവൈഡ് ബൈ ഉണ്ട്. 1/10/7 എന്ന് പറയുമ്പോൾ അത് 7/10 ആണ്. ഈ ടൈം എന്ന് പറയുന്നത് 7/10 ആണ്. ഓക്കെ, അത് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്തു. ദിസ് ഈസ് 7/10. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മൈനസ് 5/7. ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരിക. അത് നമ്മൾ പിന്നെ ചെയ്യാം. ദിസ് ഈസ് 7/10 പ്ലസ് 6/5. ഓഫ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും. ഈ ടേമുകളെ കൂടി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇത് 3/3 എന്ന് പറഞ്ഞാൽ 9. ദാറ്റ് ഈസ് 10/3 മൈനസ് ദിസ് ഈസ് 2 ഇൻറ്റു 2 4 4 പ്ലസ് 1 5/2 ഡിവൈഡഡ് ബൈ 47 മൈനസ് LCM എടുക്കുമ്പോൾ 2 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 21. ഇത്രയും 10/3 മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 47 മൈനസ് 42/21. 2 ഇൻറ്റു 21 ഈസ് 42. നമ്മൾ ഇത്രയും സാധനമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുമ്പോൾ 6 ആണ്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 മൈനസ് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 LCM എടുത്തു. ഡിവൈഡ് ബൈ 47 മൈനസ് 42 എന്ന് പറയുന്നത് 5 ആണ്. അത് 5/21 വരും. 5 ഡിവൈഡ് ബൈ 21. ദിസ് ഈസ് 20 മൈനസ് 15 ഡിവൈഡ് ബൈ 6 ഡിവൈഡ് ബൈ 5/21. ഓക്കെ, ദാറ്റ് ഈസ് 20 മൈനസ് 15 എന്ന് പറയുന്നത് 5 ആണ്. ദിസ് ഈസ് 5/6. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 21/5. 5 ആൻഡ് 5 ക്യാൻസൽസ്. ഇവിടെ 3 കോമൺ ആണ്. സോ 7/2. അപ്പോൾ 6/5 ഓഫ് 7/2 എന്നാണ് ആ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ 6/5 ഓഫ് ദിസ് ടൈം ഈസ് സെയിം ആസ് 7/2. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ ഇത്രയുമായിട്ട് സിംപ്ലിഫൈ ചെയ്തു. മൈനസ് 5/7 ഓഫ് 7/10 പ്ലസ് 6/7 ഓഫ് 7/2. ഓക്കെ, നൗ കൺസിഡർ 6/5 ഓഫ് 7/2 എന്ന് പറയുന്നത് 6/5 ഇൻറ്റു 7/2 ആണ്. ദാറ്റ് ഈസ് 42 ഡിവൈഡ് ബൈ 10 ഫോർ ദിസ് 21/5. ദിസ് ടേം ഈസ് 21/5. അതിനെ റീപ്ലേസ് ചെയ്യുക. ഇറ്റ് ഈസ് 21 ഡിവൈഡ് ബൈ 5. ഇനിയും ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് തീർന്നില്ല. വി ഹാവ് ടു ഫൈൻഡ് 7/10 പ്ലസ് 21/5. ദാറ്റ് ഈസ് 7/10 പ്ലസ് 21 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 or 7 പ്ലസ് 42 ഡിവൈഡ് ബൈ 10. ദാറ്റ് ഈസ് 47 ഡിവൈഡ് ബൈ 10. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് ഈസ് 47/10. 47/10. അപ്പോൾ ഈ ഓഫിന് വീണ്ടും ബ്രാക്കറ്റിൻ്റെ ഫോമാണുള്ളത്. അപ്പോൾ 5/7 ഓഫ് 47/10 എന്ന് കിട്ടി. 5/7 ഓഫ് 47 തന്നെയല്ലേ? 47
അതായത് 49 ആയിരുന്നു, ഇതിപ്പോൾ മാറിപ്പോയല്ലോ. അത് 47 ആയിരുന്നു, 49 ആയിരുന്നു. പെട്ടെന്ന് തിരിച്ച് നോക്കാം. ദിസ് ഈസ് 3 ഡിവൈഡ് ബൈ 2/3 മൈനസ് 5/7 ഓഫ്, ഇത് ബ്രാക്കറ്റാണ് വരിക, അതായത് ഇൻറ്റു 47/10. 49 ആയിരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോവുക. 49 ഞാൻ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാണ് സാധ്യത. 49/10. ഓക്കെ, ദിസ് ഈസ്. ഇനി അപ്പോൾ നമ്മൾ ബോഡ്മാസ് റൂളിൽ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്തിരുന്നു. ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു, പിന്നെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടൈം അതിനു മുമ്പ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചേക്കാം. ഇത് 3 ഡിവൈഡ് ബൈ 2/3 മൈനസ് ദിസ് ടൈം ഈസ് 7 ഇൻറ്റു 7 പോയി 45/10 എന്ന് പറഞ്ഞു. ഇനി ഡിവിഷനാണ്. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് തമ്മിലല്ല കാണേണ്ടത്, ഈ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിവിഷൻ ആണ് വേണ്ടത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2/3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3/2, ദാറ്റ് ഈസ് 9/2. അപ്പോൾ ഇത് 9/2 മൈനസ് 45/10. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 9/5. ഓക്കെ, 9/5. 9/2, സോറി 7/5. പിന്നെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 9/5. 9/2 മൈനസ് 9/5. ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഇവിടെ 7 ഇൻറ്റു 5 35. ഓക്കെ, 35/10 ആണ്. ഈ 35/10 ആണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/2. ഓക്കെ, അപ്പോൾ 3 ഡിവൈഡ് ബൈ 2/3 എന്ന് പറയുന്നത് 9/2 മൈനസ് 7/2. ദിസ് ഈസ് 2/2 ഈക്വൽ ടു 1. ഫൈനൽ റിസൾട്ട് ഈസ് 1. 9/2 മൈനസ് 7/2 ഈസ് 2/2 ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. സിംപ്ലിഫൈ 1 ഡിവൈഡഡ് ബൈ 3/7 ഓഫ് 6 പ്ലസ് 8 ഇൻറ്റു ദിസ് 3 മൈനസ് 2 സ്റ്റാൻഡ്സ് ഫോർ, ഈ ബ്രോയിലർ ബ്രാക്കറ്റ് ഇത് കേളി ബ്രാക്കറ്റ്സ് ആണ്. 3 മൈനസ് 2 ബാർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ബ്രാക്കറ്റ് ഇട്ടേക്കണം. പ്ലസ് 1/5 ഡിവൈഡ് ബൈ 7/25 മൈനസ് 3/7 പ്ലസ് 8/14. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റുകൾ, ബ്രാക്കറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ബ്രാക്കറ്റ് പിന്നെ ഓഫ്, അതല്ല. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. നമ്മൾ ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് റീപ്ലേസ് ചെയ്തെടുക്കുകയാണ്. ദിസ് ഈസ് 1 ഡിവൈഡഡ് ബൈ 3/7 ഓഫ് ദിസ് ഈസ് 6 പ്ലസ് 8 ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം ഇന്നർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 മൈനസ് 2 ഈക്വൽ ടു 1. ഓക്കെ, പ്ലസ് 1/5 ഡിവൈഡഡ് ബൈ 7/25 മൈനസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ആദ്യം നമ്മൾ ഇന്നർ ബ്രാക്കറ്റ്സുകളാണ് ഓപ്പൺ, ബ്രാക്കറ്റ്സ് ഓഫ് എല്ലാ ബ്രാക്കറ്റുകളും ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ 3/7 പ്ലസ് 8/14 ആണ്. ഇതിൻ്റെ LCM 14 ആണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 2 പ്ലസ് 8/14. ദാറ്റ് ഈസ് 6 പ്ലസ് 8 ഡിവൈഡ് ബൈ 14. ഇത് 14 ആണ്, ഇത് 14 ആണ്. ഇപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 6 plus 18/14, that is 14/14 equal to 1. This term is 1. Okay, അവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആയി മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ട്. ദിസ് ഈസ് 1 3/7 ഓഫ് 6 plus 8 14. ആ ബ്രാക്കറ്റ് അവിടെ തീർന്നു. 3/7 ഓഫ് 14 പ്ലസ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ ചെയ്യണം. 1/5 ഡിവൈഡഡ് ബൈ 7/25. ദാറ്റ് മീൻസ് 1/5
divided by 7/25 ഇങ്ങനെ കിടക്കുക. ദാറ്റ് ഈസ് 1/5നെ 25/7 കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് കഴിയുമ്പോൾ 5/7 റിസൾട്ട് ഈസ് 5/7. 1/5 ഡിവൈഡ് ബൈ 7/25 എന്ന് പറയുന്നത് 5/7 പിന്നെ -1 എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഇപ്പോഴും ഓപ്പൺ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. ദിസ് ഈസ് 1/3/7 ഓഫ് 14 പ്ലസ് 5/7 -1. 5/7 -1 is 5 minus 7 divided by 7. That is -2/7. This is -2/7 ആണ്. അപ്പോൾ ഇതിവിടെ -2/7 എന്ന് റിപ്ലേസ് ചെയ്യും. 1 divided by 3/7 of 14 minus 27. ഇനി ഓഫ് ചെയ്യും. ഓക്കെ, this is 1 divided by 3/7 of 14 means 3/7 into 40. Okay, this is cut ചെയ്ത് 6 എന്ന് കിട്ടും. അപ്പോൾ 6 minus 2/7. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു, നെക്സ്റ്റ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ചെയ്യുക. 1 divided by 6, അത് 1/6 ആണ്. 1 divided by 6 is 1/6. Then അഡീഷനോ സബ്സ്ട്രാക്ഷനോ റിമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ദിസ് ഈസ് 1/6 minus 2/7. LCM എന്ന് പറയുന്നത് 42 ആണ്. സോ ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -2 into 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ബൈ 42. 7 minus 12 എന്ന് പറഞ്ഞാൽ 7 minus 12 is -5 divided by 42. This is the answer. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇന്നർ ബ്രാക്കറ്റ്സുകളെല്ലാം ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഓഫ് എന്ന് പറയുന്നത് അതും ഒരു ബ്രാക്കറ്റിൻ്റെ എഫക്റ്റ് ആണ് ചെയ്യുന്നത്. ഓഫ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുക, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ചെയ്യുക, ആൻഡ് അഡീഷൻ, ഫൈനലി സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് അതിനെ ഓപ്പറേറ്റ് ചെയ്യുക. കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ, അതിൻ്റെ ഡിനോമിനേറ്റർ വേറൊരു ഫ്രാക്ഷൻ, അതിൻ്റെ ഡിനോമിനേറ്റർ വേറൊരു ഫ്രാക്ഷൻ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ഡിനോമിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണം ഓപ്പറേഷൻ നടത്തിക്കൊണ്ടുവരാൻ. ഓക്കെ, അത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ 1 divided by 2 plus 1 divided by 3 plus 1 divided by 1 plus 1/2. ഇങ്ങനെ ഒരു കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് തുടങ്ങും. ഓക്കെ, ലാസ്റ്റത്തെ ഓപ്പറേഷൻ വരുന്നത് 1 plus 1/4 ആണ്. ദാറ്റ് ഈസ് അത് 5/4 ആണ്. അപ്പോൾ 1 divided by 1 plus 1/4 എന്ന് പറയുന്നത് 1 divided by 5/4, ദാറ്റ് ഈസ് 4/5 ആണ്. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. 1 plus 1/4 എന്ന് പറയുന്നത് 5/4 ആണ്. 1 divided by 1 plus 1/4 എന്ന് പറയുന്നത് 1/5/4 ആണ്. ദാറ്റ് ഈസ് 4/5. അപ്പോൾ അതവിടെ 4/5 ആയിട്ട് മാറും. ആ ഓപ്പറേഷൻ നമ്മൾ ആദ്യം ചെയ്യും. ഇറ്റ് ഈസ് 4/5. ഇനി നമ്മൾ വീണ്ടും ഈ ലാസ്റ്റത്തെ ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ 3 plus 4/5 എന്ന് പറയുന്നത് 50, 15, 19/5 ആണ്. അപ്പോൾ 1 divided by ആണ്. 1 divided by 3 plus 4/5 എന്ന് പറയുന്നത് 1 divided by 19/5, that is 5/19. അപ്പോൾ ഈ ടൈമിൽ 5/19 എന്ന് നമ്മൾ റിപ്ലേസ് ചെയ്യും. ദിസ് ഈസ് 5/19. ഇനി കിടക്കുന്നത് 2 plus 55/19 ആണ്. 2 plus 5/19 LCM എടുക്കുക. It is 2 into 19 plus 5 divided by 19. 19 into 38. 38 plus 5 is 33. 43/19. 43/19. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 43/19 ആണ്. ദിസ് ഈസ് 43/19. അപ്പോൾ 1 divided by 43/19 എന്ന് പറയുന്നത് 19/40. ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ ലാസ്റ്റത്തെ ഡിനോമിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മോഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്ത് വരിക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഓർക്കാനുള്ള കാര്യങ്ങൾ. ബോഡ് മാസ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് ഓപ്പറേഷൻസ് നടത്താൻ പഠിച്ചിരിക്കുക. ഓക്കെ.